എല്ലാവർക്കും തൽബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിനൊക്കെ നല്ല സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ വളരെയധികം രുചികരമായ ഒരു നോർത്ത് ഇന്ത്യൻ വഴുതനങ്ങക്കറിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: പൊടിയായി അരിഞ്ഞ ഒരു കുമ്പിൾ മല്ലിയില, കപ്പലണ്ടി പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. ഓയില് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓയിലിൽ കിടന്ന് മാത്രമാണ് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. വെള്ളമൊന്നും നമ്മൾ ഈ സമയത്തൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവത്തിൽ ഇതങ്ങോട്ട് കുഴച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ: 5 ചെറിയ വഴുതനങ്ങ, 2 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി മതി കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ പച്ചക്കറികൾ അരിഞ്ഞെടുക്കുക. പച്ചക്കറികൾ മസാല തേക്കാനുള്ള ഒരു പാകത്തിനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചേക്കുന്ന മസാലകളിട്ട് നന്നായിട്ടൊന്ന് അതിലെല്ലാ ഭാഗത്തേക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കണേ. ഈ സമയത്ത് അതിലേക്ക് വെള്ളമോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കാതെ ആ മസാലയും പച്ചക്കറികളും മാത്രം നന്നായിട്ട് തിരുമ്മിക്കൂട്ടിയെടുക്കുക. തിരുമ്മിയെടുത്ത് ഒരു 10-15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ ഒരു പരുവത്തിൽ. ഈ സമയം അടുപ്പിൽ ഒരു കുക്കർ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കുക. നല്ല ജീരകം നന്നായിട്ട് പൊട്ടി നല്ല മണം വരുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങയും കിഴങ്ങും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-10 മിനിറ്റോളം പച്ചക്കറികൾ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് വഴറ്റി കുക്ക് ചെയ്തെടുക്കുക. ഈ സമയവും നമ്മൾ അതിനകത്തേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കാതെ വേണം ഇത് വഴറ്റിയൊന്ന് എടുക്കാനായിട്ട്. പച്ചക്കറികൾ ഈ ഒരു പരുവത്തുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ആ തക്കാളി വഴുതനങ്ങയുടെ ഉരുളക്കിഴങ്ങിനെ കൂടി ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൂടാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും 2 വിസിലിട്ട് സിമ്മിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിലിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു കറി നമുക്കിവിടെ കിട്ടും. നല്ല രുചിയാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്. അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കറിക്ക് രുചിക്ക് ഒരു വ്യത്യാസവും വരില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വഴുതനങ്ങയൊക്കെ കൈ കിട്ടിയാൽ ഇതേപോലത്തെ ഒരു കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക.